വിശദമായ വാർത്തകളിലേക്ക്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഒപിയിൽ രാത്രിയിലെത്തിയ 10 വയസ്സുകാരിക്ക് താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകാതെ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ ആശുപത്രി പരിസരത്തേക്ക് മാർച്ചും ധർണയും നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. ഒരാഴ്ച മുൻപാണ് പരാതിക്കാധാരമായ സംഭവമുണ്ടായത്. രാത്രി 10:55 ശ്വാസതടസ്സവും കടുത്ത പനിയുമായി 10 വയസ്സുകാരിയും മാതാവും രാത്രികാല ഒപിയിലെത്തിയെങ്കിലും കൗണ്ടറിൽ ചുമതലയിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകുവാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർക്കും DMOയ്ക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർക്കും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നുവെങ്കിലും പരസ്യ പ്രതിഷേധവുമായി UDF ആണ് രംഗത്തിറങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ തങ്കയമുക്കിൽ നിന്നുമാണ് UDF പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണകൂടത്തിന് തുരങ്കം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? മാർക്സിസ്റ്റ് പാർട്ടിക്കും അവരുടെ ആളുകൾക്കും പാദസേവ ചെയ്തുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നാണോ? 12 വർഷത്തിലധികം പ്രായം 12 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നു. 179 ദിവസത്തേക്കാണ് ഒരു താൽക്കാലിക ജീവനക്കാരുടെ നിയമനം. ആ 179 ദിവസം അട്ടിമറിച്ചുകൊണ്ട് 10-12 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളാണ് എന്ന ഒറ്റ ക്വാളിഫിക്കേഷനിലാണ് നിങ്ങളിവിടെ വിലസുന്നത്. ഇനി അധികകാലം നിങ്ങൾക്ക് ഇത്തോതിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഞാൻ DMOയോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഭരണകൂടം നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയാണ്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിമകളാകാനാണ് നിങ്ങൾ ഭാവിക്കുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ്. നമുക്കറിയാലോ DHSനെ മാറ്റിയ കാര്യം എത്രമാത്രം ഗോവയെ വിളിച്ചു. DHS ഡയറക്ടർ ഓഫ് ജയിൽ സർവീസ് നിപ്പ ബാധിച്ച കുട്ടിയുടെ ആ മൈക്രോബയോളജി ടെസ്റ്റ് പോലും പൂഴ്ത്തി വെച്ചുകൊണ്ട് മന്ത്രിയെ അറിയിക്കാതെ കൃത്യവിലോപം കാണിച്ച സമയത്ത് അടുത്ത ദിവസം തന്നെ സ്ഥലം മാറ്റി കൊടുത്തു. പക്ഷേ നിങ്ങൾ ഗോവയെ വിളിച്ചു, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു, നിങ്ങൾ താൽക്കാലികമായി സ്റ്റേ വാങ്ങിച്ചു. അന്ന് തന്നെ മന്ത്രി പറഞ്ഞു, ധിക്കാരം കാട്ടുന്നവരെ നിലത്ത് തന്നെ നിർത്തും. ആ രൂപത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. DMO അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാദസേവ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയമില്ല, അതിനെതിരെ നടപടി സ്വീകരിക്കും. S. കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. VM ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, DCC ജനറൽ സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി VV അബ്ദുല്ല, VK രതീശൻ, VK ഭാവ, C. രവി, K. ശ്രീധരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MTP കരീം, M. രജീഷ് ബാബു, KP ദിനേശൻ, TS നജീബ്, PKM കുട്ടി, ഫായിസ് ബീരിച്ചേരി, NK യൂസഫ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.